പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കൺമണി ശ്രീനിവാസന്റെ കൂടെ തിരികെ വീട്ടിലേക്ക് തളർന്ന് എത്തിയതിനെ തുടർന്ന് അവിടെ വെച്ച് കാണാൻ ഇടയായിരിക്കുകയാണ് വരുണും കുടുംബക്കാരെയും. ഇതോടെ ശ്രീനിവാസൻ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന ധനലക്ഷ്മിയാകട്ടെ, നിങ്ങൾ വന്നത് കറക്റ്റ് സമയത്താ. എല്ലാം അതിൻ്റെതായ സമയത്ത് നടക്കുമെന്ന് പറയാറുണ്ടല്ലോ, അതുപോലെ തന്നെ ആണ് ഇതും. യാതൊരു വിധത്തിലും ഇനി പേടിക്കേണ്ടതില്ല. കാര്യങ്ങൾ കൃത്യമായി നടക്കും. ഞങ്ങൾ ഇപ്പോൾ ഉറപ്പിച്ചേയുള്ളൂ കൺമണിയുടെയും വരുണിൻ്റെയും വിവാഹം. ഇത് കേട്ട് കൺമണിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. എന്ത്? ശ്രീനിവാസൻ ചോദിക്കുകയാണ് മനോജിനോട്. വിവാഹം ഉറപ്പിച്ചെന്നോ? ആ അതെ അച്ഛാ, നമ്മളത്ര ആർഭാടമായിട്ടൊന്നും അല്ല ഇനി വിവാഹം നടത്തുന്നത്. വളരെ ലളിതമായ ചടങ്ങുകളിലൂടെയാണ്. അവർക്കും അങ്ങനെ മതി എന്നാണ് അവർ പറയുന്നത്. ഈ ബഹളത്തിൽ നിന്നെല്ലാം മാറി നിൽക്കാനാണ് താല്പര്യമത്രേ. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ ഞങ്ങളും എടുത്തിട്ടുള്ളത്. എന്തായാലും വിവാഹം നമുക്ക് ഉടനെ തന്നെ നടത്താം. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയുടെ അടുത്തേക്ക് വരികയാണ് വരുൺ. കൺമണി, വിവാഹത്തിന്റെ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് സന്തോഷമായില്ലേ? അധികം വൈകിക്കണ്ട ഇനി കേട്ടോ. കൺമണിയെ താലികെട്ടി എൻ്റെ ഭാര്യയാക്കി കൊണ്ടുപോകാൻ ഞാൻ അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട്. എന്തേ വയ്യ നിനക്ക്? ഇത് കേൾക്കുന്ന ശ്രീനിവാസൻ, അതെ, അവൾക്ക് പനിയാണ്. അവൾ അതുകൊണ്ട് ക്ഷീണിച്ച് ഓഫീസിൽ നിന്ന് തിരികെ വന്നിരിക്കുകയാ. കുറച്ചു നേരം അവൾ റെസ്റ്റ് എടുക്കട്ടെ, അതാ അവൾക്ക് നല്ലത്. ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷത്തോടെ വരുൺ പറയുകയാണ്, ആ അതിനെന്താ, കൺമണിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഡോക്ടറെ കാണാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കേണ്ട കേട്ടോ. കൺമണിയുടെ എല്ലാ ആവശ്യവും ഇനി കണ്ടറിഞ്ഞ് ചെയ്തു നൽകേണ്ടത് എൻ്റെ കൂടി കടമയല്ലേ. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം, മനസ്സിലായോ? ഇതോടെ കൺമണിക്ക് ദേഷ്യം വന്നിട്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കൺമണി ഇതേ തുടർന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം കൺമണി ആലോചിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന്. വിവാഹത്തിന്റെ കാര്യം വീട്ടുകാർ ഉറപ്പിച്ചു കഴിഞ്ഞു. മറ്റൊരു ഭാഗത്ത് തന്നെ ചതിച്ചുകൊണ്ട് ക്രിസ് സാർ നയം വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും വീട്ടുകാരെ വിഷമിപ്പിക്കണമോ എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ്. ഇതേ സമയം കൺമണിയെ കാണുന്നതിനായി മനോജ് കടന്നു വരുന്നു. കൺമണി, നമ്മൾ കാര്യങ്ങളെല്ലാം ഏറെക്കുറെ പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനിയൊരു മാറ്റം ഇതിൻ്റെ പേരിൽ ഉണ്ടാകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടക്കണം. എന്നാൽ മാത്രമാണ് എല്ലാവർക്കും സന്തോഷമാവുകയുള്ളൂ കേട്ടോ. ഞാൻ എന്തായാലും വലിയ ആഘോഷത്തിൽ നിന്റെ കല്യാണം നടത്തണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ ചേട്ടനത് സാധിച്ചില്ല എന്നതാണ് സത്യം. ഒരിക്കലും ചേട്ടനോട് നിനക്ക് ദേഷ്യമുണ്ടാകരുത് എന്നാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് കൺമണി. ഇതോടെ കൺമണി മനോജിനോട് യാതൊരു ദേഷ്യവും ഇല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. മനോജിനാകട്ടെ ഒരു ടെൻഷനാണ് മനസ്സിൽ. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയാതെ. ഇതേ തുടർന്നാണ് ഇനി തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കാൻ തയ്യാറായിക്കൊണ്ട് ക്രിഷ് മുന്നിലേക്ക് വരുന്നത്. പക്ഷേ
ഋഷിൻ്റെ പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് കൺമണിയുടെയും അതുപോലെ തന്നെ വരുണിൻ്റെയും വിവാഹം നടക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്ത വന്നെത്തുകയാണ്. ഇത് കേട്ട് ക്രിഷാകെ ഞെട്ടിപ്പോകുന്നു. പക്ഷേ കൺമണിയെ വിട്ടു നൽകുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുകയാണ് ക്രിഷ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.